വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ക്യാരറ്റ് പായസമാണ്. അതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്താണെന്ന് നോക്കാം. 5 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ ബൗള് അണ്ടിപ്പരിപ്പ്, ലേശം കടല, ഏലക്കായ് പൊടിച്ച ഇത് ബദാം കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചതാണ്. കുറച്ച് ബദാം, പിന്നെ നെയ്യ്, പിന്നെ പഞ്ചസാര, 1-ാം പാല്, 2-ാം പാല്. ഇത്രയും കൊണ്ട് നമുക്ക് ഉണ്ടാക്കാം. ആദ്യം നമുക്ക് ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഉടച്ചെടുക്കാം. ചെറുങ്ങനെ ചെത്തിയെടുക്കണം ഈ 5 എണ്ണം. അങ്ങനെ നമ്മൾ ക്യാരറ്റെല്ലാം ഇങ്ങനെ ചെത്തി നല്ല നൈസായിട്ടെടുത്ത് ചെറിയതായി നല്ല ചെത്തിയിട്ട് ഇത് നമുക്ക് പശു നെയ്യിൽ വാട്ടിയെടുക്കാം. നമുക്ക് പശു നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും കടലയും ബദാമും കൂടി നെയ്യിൽ വാട്ടിയെടുക്കാം. ചെറിയ ജാറെടുത്ത് ഏലക്കായ് പൊടിച്ച് വെച്ചതാണ്. ഈ കടലയും ഈ അണ്ടിപ്പരിപ്പും ബദാമും എല്ലാം കൂടി കുറച്ച് പാലെടുത്ത് അരച്ചെടുക്കാം. നമ്മൾ കുറച്ച് വാട്ടിയെടുത്ത് ഇനി ഈ നെയ്യിൻ്റെ അകത്ത് ക്യാരറ്റ് ഉരച്ച് വെച്ച് ഇത് നന്നായി ഇതിൻ്റെ പച്ചച്ചോയ മാറുന്നവരെ വറുത്തെടുക്കാം. നെയ്യിൽ, പശു നെയ്യിൽ വറുത്തെടുക്കാം. അങ്ങനെ ഇതിൻ്റെ പച്ചച്ചോയെല്ലാം മാറി വന്ന് വെള്ളമെല്ലാം ഉണങ്ങി എന്നൊരു നല്ലൊരു സ്മെല്ല് വന്നിട്ടുണ്ട്. നല്ലൊരു മണം, നെയ്യിൻ്റെതും അതിൻ്റെല്ലാം നല്ലൊരു മണമുണ്ട്. ഇനി ഇത് ഗ്യാസ് ഓഫാക്കാം. ഇതൊന്ന് തണിഞ്ഞിട്ട് നേരെ പകുതി മിക്സിയിലിട്ടിട്ട് നല്ല കുഴമ്പ് പോലെ അരിച്ചെടുക്കണം. ഗ്യാസ് ഓഫാക്കാം. അപ്പോഴത്തെ ബദാമും അണ്ടിപ്പരിപ്പെല്ലാം അരിച്ചെടുക്കാം. ക്യാരറ്റ് തണിഞ്ഞിട്ടുണ്ട്. നമുക്ക് മിക്സിയിലിട്ട് പകുതി അരിച്ച് നല്ല കുഴമ്പ് പോലെ പേസ്റ്റ് ആക്കണം. വെള്ളം ഒഴിക്കില്ല, പാല്, തേങ്ങാപ്പാൽ മാത്രം ഒഴിച്ചാണ് ഇത് അരിച്ചെടുക്കുന്നത്. പക്ഷെ അതുപോലെ ഇത് അരിച്ചെടുക്കാം. ഇനി നമുക്ക് 1-ാം പാലിൽ ഇത് നല്ലോണം നല്ലോണം കുറുക്കിയെടുക്കാം. നന്നായി കുറുകിയെടുത്ത് പഞ്ചസാരയിട്ട് കുറച്ച് നന്നായി കുറുകി വരുമ്പോൾ പഞ്ചസാര ഇടണ്ടു.
ക്യാരറ്റ് പകുതി അരച്ച് വെച്ചത്, ഇത് ബദാമും കടലയും അണ്ടിപ്പരിപ്പും അരച്ച് വെച്ചത്. ഇത് അണ്ടിപ്പരിപ്പും ബദാമും കടലയും ഇത് വറുത്ത് കോരിയത്. പിന്നെ ഇത് ഏലക്കായ്. രണ്ടാം പാൽ ഒഴിച്ച് അതിലാണ് വേവിക്കേണ്ടത്. നല്ലോണം കൂടി ഇട്ട് കൊടുക്കാം. അരച്ച് വെച്ച കടലക്കും ബദാമും ഇതെല്ലാം കൂടി നന്നായി കുറുക്കി എല്ലാം കൂടി നന്നായി മിക്സായിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ബൗള് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇത് നന്നായി കുറുകി വരട്ടെ. പായസം നല്ല കുറുകി വന്നിട്ടുണ്ട്. പായസം നല്ല കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നാം പോലെ ഒരു ഗ്ലാസ് ഒന്നാം പോലെ ഇട്ട് കൊടുക്കാം. അധികം വേവിക്കണ്ട. ഇത് തണിയുമ്പോൾ എന്നും കുറുകി വരും. നമുക്ക് ഒരു സ്പൂണ് ഏലക്കായ് പൊടി ഇട്ട് കൊടുക്കാം. രണ്ടാം പാൽ ഒഴിച്ചതിന് ശേഷം അധികം കത്തിക്കണ്ട, സ്ലോ ഫ്ലെയിമിൽ ഇതൊരു വെച്ചാൽ മതി. ഒന്ന് ഇതിനും തണിഞ്ഞ് വരുമ്പോൾ എന്നും കുറുകി വരും. അപ്പോൾ നല്ല ഇതായിട്ടുണ്ട്. ക്യാരറ്റിൻ്റെ ഒരു നെയ്യ് മേലെ വരുന്ന പോലെ നല്ല ഇതാക്കി എടുക്കുമ്പോൾ ഒന്നാം പാൽ ഒഴിക്കാൻ പോകും. നമുക്ക് അണ്ടിപ്പരിപ്പും ബദാമും കടലയും എടുത്ത് വെച്ച് കൊടുക്കാം. നന്നായി കുറുകിയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫാക്കി കൊടുക്കാം. ഇനിയും തണിയുമ്പം കുറുകും, അതുകൊണ്ട് അധികം കുറുക്കണ്ട. ഇതുപോലെ ആയിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഓഫാക്കാം. അങ്ങനെ നമ്മളെ ക്യാരറ്റ് പായസം റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ളൊരു പായസമാണ്. മധുരം നല്ല നിങ്ങൾക്ക് ഇഷ്ടമനുസരിച്ച് ഇട്ടാൽ മതി. പിന്നെ ഇതിൽ ഇറക്കി കഴിഞ്ഞാൽ പിന്നെ മിൽക്ക് മെയ്ഡ് ഒഴിക്കാം. അത് ഓരോരുത്തരും ഇഷ്ടം പോലെ. ഇത് നല്ല സൂപ്പർ ടേസ്റ്റ് ഉള്ളതാണ്. കുട്ടികൾക്കെല്ലാം വളരെ ഇഷ്ടപ്പെടും. അതുകൊണ്ട് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, സപ്പോർട്ട് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം.